ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീൻ ട്രേഡർ. ക്രൂഡ് ഓയിലിൽ ഇന്ന് കിട്ടിയ മൊമെൻ്റ് ആണ്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 17th പെർഫോമൻസ് ആണ്, 17th ഡിസംബറിലെ പെർഫോമൻസ് ആണ്. ഇന്ന് 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നല്ലൊരു ഡൗൺഫോളിന് ശേഷമുള്ള ബൈ ട്രേഡ് ആണ്. മോർണിംഗിൽ മാർക്കറ്റ് സൈഡ് വേസ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് മാർക്കറ്റ് കുറച്ച് മുമ്പ് അപ്രോക്സിമേറ്റ് 2:30 ശേഷം മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. അപ് ട്രെൻഡ് പോയി അപ്രോക്സിമേറ്റ് ആ സിഗ്നൽ ലാസ്റ്റ് കൊടുത്ത സിഗ്നൽ പ്രകാരം ടോട്ടൽ 56 പോയിന്റ്സ് നമ്മൾ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ എങ്ങനെ ട്രേഡ് എടുക്കാം, ഇതിൽ സൈഡ് വേസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, നമുക്ക് എക്സിറ്റ് ലെവൽ എങ്ങനെ കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ തിരിച്ച് മാർക്കറ്റ് കയറുമോ, ഇവിടെ ട്രേഡ് ഹോൾഡ് ചെയ്യുമോ പറ്റുമോ എന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ സോഫ്റ്റ്വെയറിന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ഡീറ്റെയിൽസാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ 15 മിനിറ്റ്സിൽ ചാർട്ട്, ക്രൂഡ് ഓയിൽ 15 മിനിറ്റ്സ് ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. അതിൻ്റെ അർത്ഥം 5 മിനിറ്റ്സിൽ എടുക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷേ 5 മിനിറ്റ്സിൽ ഒരുപാട് ഫ്ലക്ച്വേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. ട്രേഡ് എപ്പോഴും അതായത് മാർക്കറ്റിൻ്റെ അവിടെ ട്രേഡ് എപ്പോഴും റിസ്കി ആയിരുന്ന ചാൻസ് കൂടുതലാണ്. 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സ് റിസ്ക്കിയാണ്. 5 മിനിറ്റ്സ് ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ മോർണിംഗിൽ അപ് ട്രെൻഡ്, മോർണിംഗിൽ ഡൗൺ ഇറങ്ങി, അത് കഴിഞ്ഞ് തിരിച്ച് മാർക്കറ്റ് കയറി, അവിടുന്ന് പിന്നെ ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ ലാസ്റ്റ് കയറിയിരിക്കുന്നത്. പക്ഷേ 15 മിനിറ്റ്സിൽ അത് കറക്റ്റായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. 15 മിനിറ്റ്സിൽ അവിടെ ബൈ തന്നെ ഹോൾഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം നമുക്ക് ഈ ഗ്രീൻ കളർ അപ്പാരോ നമുക്ക് ബൈ സിഗ്നൽ വന്ന ടൈമാണ് മേളിൽ കൊടുത്തിരിക്കുന്നത്. ഈ സിഗ്നലിൽ വന്ന ടൈം മേളിൽ ലാസ്റ്റ് ആക്ച്വലി 16th നമുക്ക് ക്ലോസിംഗിൽ വന്ന സിഗ്നലാണ്. നമുക്ക് 10:45 ആയപ്പോഴത്തേക്ക് നമുക്ക് സിഗ്നൽ കിട്ടിയ ക്ലോസിംഗ് ടൈം ആയപ്പം ആ സിഗ്നലിൽ വന്ന ടൈമിൽ എൻട്രി പോയിന്റ് ആണിത്, ടാർഗറ്റ് ആണിത്. അപ്പോൾ സിഗ്നൽ നമ്മൾ കൺഫേം ആയിട്ട് എടുക്കാവൂ. ക്യാൻഡിൽ കളറ് സിഗ്നൽ വരുന്ന സമയത്ത് ആ കളർ കോമ്പിനേഷൻ മാച്ച് ചെയ്യണം. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ഗ്രീൻ വന്ന സമയത്ത് നമുക്ക് അടുത്ത ക്യാൻഡിൽ ഇവിടെ ഓപ്പണിംഗ് റേറ്റിൽ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അവിടുന്ന് ചെറിയൊരു അപ് ട്രെൻഡ് 7.4 നിന്ന് മാർക്കറ്റ് കയറി ഒരു ചെറിയ റിട്ടേൺസ് 9.6 വരെ പോയതിന് ശേഷം മാർക്കറ്റ് പിന്നെ ഇറങ്ങി. അവിടുന്ന് ഒരു വൈറ്റ് കളർ ക്യാൻഡിൽ നമുക്ക് ആക്ച്വലി തന്നിട്ടുണ്ട്. അത് റിവേഴ്സൽ ചാൻസ് ആണ്. അപ്പോൾ അവിടെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ എക്സിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. താഴെ ഗ്രീൻ ആഴ്ചയ്ക്ക് തിരിച്ച് പിന്നെയും കയറും. അപ്പോൾ എന്താ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. അത് തിരിച്ച് പിന്നെ രണ്ടാമത് പിന്നെ റെസിസ്റ്റൻസ് ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറി ബ്രേക്ക് ചെയ്തു. അവിടുന്ന് 8.1 നിന്ന് മാർക്കറ്റ് എൻട്രി പോയി അപ്രോക്സിമേറ്റ് 5130 വരെയൊക്കെ പോയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആണ്. 55 പോയിന്റോളം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് സിഗ്നൽ പ്രകാരം 55 പോയിന്റ്സോളം പ്രോഫിറ്റ് നിൽക്കുവാണ്. നമുക്ക് സിഗ്നൽ വന്നാൽ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. സിഗ്നൽ വരുമ്പോൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യും. ഇപ്പോൾ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ ആണെങ്കിലും കളർ കോമ്പിനേഷൻ മാച്ച് ചെയ്യുക, ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാർ. ഇപ്പോൾ ഇവിടെ സെല്ല് വന്നതിന് ശേഷം സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴ്ത്തിറങ്ങി. അവിടുന്ന് നമുക്ക് അന്നത്തെ ദിവസം ഫുള്ള് മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മാർക്കറ്റ് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇറങ്ങി. അത് കഴിഞ്ഞ് ലാസ്റ്റ് ക്ലോസിംഗിൽ നോക്കുമ്പോൾ ഹ്യൂജ് സപ്പോർട്ട്, അതായത് നല്ല സ്ട്രോങ് സപ്പോർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. നല്ല റിട്ടേൺ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം കണ്ടിന്യൂഷൻ 2 ദിവസം ഡൗൺ പോയതാണ്. മോർണിംഗ് സൈഡിൽ സൈഡ് വേസ് ആയിരുന്നു. സൈഡ് വേസ് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് അപ് ട്രെൻഡിലേക്ക്, അതായത് വലിയ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പം മാർക്കറ്റ് തിരിച്ച് കയറുന്നു. പക്ഷേ ഇവിടെ ഒരു ഹൈക്കായിട്ട് പെട്ടെന്ന് അടിച്ച് കയറുക ചെയ്തിരുന്നു. അവിടുന്ന് പിന്നീട് ആ 18th മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത ട്രേഡ്, ഇനി ബൈ ട്രേഡ്, ഇപ്പോഴും ബൈ സൈഡിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി അടുത്തൊരു ബ്രേക്ക് റെസിസ്റ്റൻസിനെ പിന്നെ കട്ട് ചെയ്യുമ്പോൾ പിന്നെ എഗെയിൻ ഒരു അപ് ട്രെൻഡ് ആയിരിക്കും. അല്ല താഴെ നമുക്ക് അഥവാ റിവേഴ്സിൽ എന്തെങ്കിലും വന്നാൽ നമുക്ക് താഴെ കളർ കോമ്പിനേഷൻ, താഴത്തെ ബാർ കളർ മാറും. അതേപോലെ കളർ ചേഞ്ച് വ്യത്യാസപ്പെട്ട് കാണിച്ചത് നമുക്ക് റിവേഴ്സിൽ പോകുന്നതിന് മുമ്പ് എക്സ്ട്രാ കളർ കാണിച്ചിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ബൈ തന്നെയാണ്, ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാമെന്ന് തന്നെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഈ സ്ട്രാറ്റജി ലൈവിൽ ചെക്ക് ചെയ്യാം. നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. ലൈവ് പെർഫോമൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ 8 ടൈപ്പ് സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്യാൻഡിൽ വെർഷൻ ഉണ്ട്, ബാർ ചാർട്ട് ഉണ്ട്. നമുക്ക് ഏത് വെർഷനും സെറ്റ് ചെയ്യും. ഇത് ക്യാൻഡിൽ വെർഷനാണ്. അതേപോലെ ബാർ ചാർട്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ 8 ടൈപ്പാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വെർഷനും ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത്. എല്ലാം കൂടെ അതായത് ഒന്നിച്ച് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ 8 സ്ട്രാറ്റജി 2 സ്കാന് കിട്ടുമെന്ന്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം.